ബ്യൂട്ടിഫുൾ പീപ്പിൾ, നിങ്ങൾ നല്ലൊരു ലിസണർ ആണോ? മടുക്കാതെ കേട്ടിരിക്കുന്ന ഒരാളാണോ എന്നതാണ് എന്റെ ചോദ്യം. വെറുതെ കേട്ടിരിക്കുകയല്ല, ശ്രദ്ധയോടെ മടുക്കാതെ കേട്ടിരിക്കുന്ന ഒരാളാണോ? നമ്മൾ ഒരാളെ കേട്ടിരിക്കുന്നതും ശ്രദ്ധിച്ചിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശ്രദ്ധയോടെ ഒരാളെ കേട്ടിരിക്കുക എന്നത് സ്നേഹമാണ്, അതിലുപരി അത് പരിഗണനയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്ക്രോളിങ്ങിലാണല്ലേ. ആർക്കും ആരുമായിട്ടും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള മനസ്സില്ല. ഇനി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രമിച്ചാൽ പോലും അതിനുള്ളൊരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരാളെ ശരിയായ വിധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ ശ്രദ്ധയോട് കേട്ടിരിക്കുക തന്നെ വേണം. നമ്മുടെയൊക്കെ ഇടയിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോകുന്ന ഒരു കാര്യവും അതാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ഒത്തിരി തെറ്റിദ്ധാരണകളും ഉണ്ടാവുന്നു. ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുകൾ ഇല്ലാതാവുന്നു. പെട്ടെന്ന് ബന്ധങ്ങളെ ഇല്ലാതെയാവുന്നു. നമ്മൾ പലപ്പോഴും ഒരാളെ കേട്ടിരിക്കുന്നത് യാതൊരുവിധ ശ്രദ്ധയും ഇല്ലാതെ ആയിരിക്കും. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും. അതും അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള മറുപടി പ്രിപ്പയർ ചെയ്ത് വെച്ച് അത് പറയാനുള്ള നമ്മുടെ അവസരം നോക്കി കാത്തിരിക്കുകയായിരിക്കും. ഒരു നല്ല ലിസണറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ആദ്യത്തേത് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നവർ നമ്മളോട് സംസാരിക്കുമ്പോഴാവട്ടെ അവരുടെ കണ്ണുകൾ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മളവരെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാക്കും. അതേപോലെ തന്നെ നമുക്ക് അവരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇതിൽ വേറെ കിടക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം യു ഡോണ്ട് ഇന്ററപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. അവർക്ക് പറയാനുള്ള പോയിന്റ് മുഴുവനായിട്ട് പറഞ്ഞു തീരാതെ നമ്മൾ നമ്മുടെ പോയിന്റ്സ് മുന്നോട്ട് വെക്കാതിരിക്കുക. അത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ തോക്കിനിടയിൽ കയറി വെടിവെക്കരുത് എന്നൊക്കെ പറയുന്നത് പോലെ. രണ്ടാമത്തേത് യു വാലിഡേറ്റ് ഫീലിങ്സ്. നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അപ്പുറത്തിരിക്കുന്ന ആളുടെ ഫീലിങ്സിന് ഒരിത്തിരി സ്പേസ് കൊടുക്കുക. നാലാമത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അവരെ മനസ്സിലായി എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസസ് കൊടുക്കുക. അവരവരുടെ കൺസേൺസോ വേദനകളോ ഒക്കെയാണ് നമ്മളോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ആശ്വസിപ്പിക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുക. ആശ്വസിക്കാൻ പാകത്തിന് പറയാന്ന് പറയുമ്പം അതും ടോക്സിക് ആവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേദനകളും വിഷമങ്ങളും ഒക്കെ പറയാന് അല്ലെങ്കിൽ അത് പറയുമ്പോൾ കേൾക്കാന് ആരും ഇല്ല എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് സൂയിസൈഡ് വരെ എത്തിയിട്ടുള്ള എത്ര മനുഷ്യന്മാരുണ്ടാവും നമ്മുടെ ചുറ്റും. കേൾക്കുക എന്നത് എളുപ്പമാണ്, പക്ഷെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കേൾക്കുക എന്നുള്ളതൊരു സ്കില്ലാണ്. ആ സ്കില്ലുള്ള മനുഷ്യന്മാര് ഇന്നത്തെ ലോകത്ത് വളരെ കുറവുമാണ്. എല്ലാ കോൺവെർസേഷൻസിലും നമ്മൾ ഇൻവോൾവ് ആയിട്ട് ആക്റ്റീവായിട്ട് മറുപടി പറയണമെന്നില്ല. ചിലതൊക്കെ അങ്ങനെ കേട്ടിരുന്നാൽ മാത്രം മതിയാവും. ഒരു കാര്യം മനസ്സിലാക്കുക, സ്നേഹം എന്ന് പറയുന്നത് ശ്രദ്ധയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ നല്ല ലിസണർ ആവുന്നത് വഴി നമുക്കുണ്ടാകാവുന്ന പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബന്ധങ്ങൾ കുറെ കൂടി മീനിങ് ഫുൾ ആവും എന്നുള്ളതാണ്. അപ്പുറത്തിരിക്കുന്ന ആളെ നമുക്ക് മനസ്സിലാവും, നമ്മളെ അവർക്ക് മനസ്സിലാവും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് കുറെ കൂടി എഫക്റ്റീവ് ആവും. അതുവഴി നമ്മുടെ ബന്ധങ്ങൾ കുറെ കൂടി അർത്ഥമുള്ളതാവും. ഈ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഉരസലും പൊട്ടലും ചീറ്റലും ഒക്കെ, അതിനെ വലുതാവാതിരിക്കാതെ നോക്കാൻ പറ്റും. കോൺഫ്ലിക്ട്സ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളും നമ്മുടെ കൂടെയുള്ളവരും ഹീലാവുന്നത്, നമ്മുടെ മുറിവുകൾ ഉണങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റും. ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാരം കുറയുന്നുണ്ട്. വലിയ മാറ്റങ്ങൾക്ക് ഈ ചെറിയൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഞാൻ വീണ്ടും പറയുന്നു, ഒരു നല്ല വ്യക്തി എപ്പോഴും നല്ലൊരു ലിസണർ ആയിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മൾ ഒരു നല്ല ലിസണർ ആവുന്നത് വഴി നമ്മൾ നല്ലൊരു വ്യക്തിയാവുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്.